ഓരോന്നും നമ്മളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ പോലെ അതിൽ അപ്പോൾ എഴുത്തിൻ്റെ ഗുണമാണ് അത്. നമ്മളായിട്ട് ആ കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ കുറേയൊക്കെ ഫാൻറ്റസി ആയിരിക്കും. ഇതിൽ ശരിക്കും എല്ലാം നമുക്കൊരു നടക്കണ കാര്യങ്ങളായിട്ട് നമ്മളും കൂടിയുള്ള കാലത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യണത്. സോ ഇതേ ബുക്കിനെ പറ്റിയിട്ട് ഞാൻ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കുറൂരമ്മയുടെ ഫുള്ള് വായിച്ചു കഴിഞ്ഞു. ഇതാണ് നേരമില്ലെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് അങ്ങോട്ട് വായിക്കാണ്ട് നിൽക്കാനില്ല. ഇപ്പോഴത്തെ കാലത്ത് കുറേ നാളായി ഞാനൊരു ഫിസിക്കൽ ബുക്ക് വായിച്ചിട്ട്. ബാക്കിയെല്ലാം ഇപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്ന കാരണം ഒരു ബുക്കായിട്ട് ഇരുന്നിട്ട്, പണ്ട് ഞാനിരുന്നിട്ട് നോവൽ എഴുതുന്നത് ഞാൻ നല്ലോണം വായിക്കാറുണ്ട്. അതേപോലെ രാത്രി വരെയൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് വയ്ക്കുള്ളൂ ബുക്ക് താഴെ. അതുപോലെ അതേ ഒരു ഫീല് കിട്ടി എനിക്ക്. അങ്ങനെ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ വായനാശീലം ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലായി. അതായത് ഈ കുറൂരമ്മയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഒരു വയസ്സായ സ്ത്രീ, പക്ഷെ അവർക്കും ഇങ്ങനെ ഒരു ബാല്യം യൗവനം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് ഓരോന്നും നമ്മളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ പോലെ അതിൽ അപ്പോൾ എഴുത്തിൻ്റെ ഗുണമാണ് അത്. നമ്മളായിട്ട് ആ കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. ഇപ്പോൾ കണ്ണനെ കാണുന്നതും അങ്ങനെയുള്ളത്. നല്ല ഭാഷ നന്നായിട്ടുണ്ട്. അതുപോലെ പൂന്താനത്തിനെ പറ്റിയിട്ടും ഇതുള്ളത് ഒക്കെ ഇങ്ങനെ നമ്മൾ ഇപ്പോഴാണ് കുറച്ചും കൂടി ശരിക്കും മനസ്സിലാവണത്. മറ്റത് ജ്ഞാനപ്പാന എഴുതിയിട്ടുണ്ട് പൂന്താനം, അല്ലാണ്ട് കൂടുതലൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനത്. പിന്നെ നമ്മുടെ സൂർദാസ് അവരുടെ ഹിന്ദി കുറച്ച് എന്തോ പൊയമൊക്കെ പഠിക്കണ കാലത്തുണ്ടായിരുന്നു. മീര, അതൊക്കെ കുറച്ചൊക്കെ കേട്ടിരുന്നുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽഡ് ഇതും അങ്ങനെ അതും മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും നന്നായിട്ടുണ്ട്. അതാണ് കുറേയൊക്കെ ഇപ്പോൾ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ കുറേയൊക്കെ ഫാൻറ്റസി ആയിരിക്കും. ഇതിൽ ശരിക്കും എല്ലാം നമുക്കൊരു നടക്കണ കാര്യങ്ങളായിട്ട് നമ്മളും കൂടിയുള്ള കാലത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യണത്. വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. ഇനിയും ഭാവിയിലും നല്ലോണം ഇതാൻ വരട്ടെ. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എന്തായാലും ഉണ്ട്. താങ്ക് യു.